ഇന്ന് നമുക്ക് ട്രിഗണോമെട്രിയിൽ ഒരു പ്രോബ്ലം നോക്കാം. ട്രിഗണോമെട്രിയിൽ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇൻ ദ പിക്ചർ ബിലോ ഷോ ടു ട്രയാങ്കിൾസ് ആൻഡ് ദെയർ സർക്കംസർക്കിൾസ്. കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ. ഇതാണ് സർക്കിൾ. ഇതിൽ റേഡിയസ് കണ്ടുപിടിക്കണം രണ്ടിലും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഒരു സർക്കിളിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബിന്ന് ഒരു ഡയമീറ്റർ നമ്മൾ വരയ്ക്കുക. അത് ഈ സർക്കിളിൽ പിയിൽ പോയി ജോയിൻ ചെയ്യും. പി. ഓക്കെ, അപ്പോൾ പിയും സിയും നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി, ABC. ഓക്കെ, അതായത് സർക്കിളിൻ്റെ രണ്ട് പോയിന്റുകൾ നമ്മൾ ഈ സർക്കിളിൽ എവിടെ നമ്മൾ ജോയിൻ ചെയ്താലും അവിടെ നമുക്ക് 30 ഡിഗ്രി തന്നെ കിട്ടും. ഈ 30 ഡിഗ്രി അവർ തന്നിട്ടുണ്ട്. ഈ സർക്കിളിലുള്ള ആംഗിളാണ്. ഇവ ഈ കോഡിൻ്റെ രണ്ട് പോയിന്റ് ഇതാണ്, ബി ആൻഡ് സി. ഇതിന് രണ്ടിനെയും പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ സർക്കിളിൽ എവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിലും അതുമായിട്ട് ഈ ബി സി എന്ന പോയിന്റ് ജോയിൻ ചെയ്താൽ അതെല്ലാം 30 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ലെറ്റ് us draw a line, a diameter BP. ഡയമീറ്റർ BP നമ്മൾ വരയ്ക്കുന്നു. ആൻഡ് വി ജോയിൻറ്റ് PC. Okay, then we get triangle BPC triangle. Okay, ഇപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 30 30 90. 30 30 90 90യുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇത് 30 60 90. 30 60 90 1√3:2. That is the ratio. 1 എന്ന് പറയുന്നത് 30 ഡിഗ്രിന് ഓപ്പോസിറ്റ്. 30 ഡിഗ്രിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന 1. ആൻഡ് √3 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. ഇത് √3. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2. ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് 2. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ റേഷ്യോ 1. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1:2. 1:2. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് BP is equal to 2 into 2. 2 into 2 ആകുമ്പോൾ 4. അപ്പോൾ ഡയമീറ്റർ BP is equal to 4. So radius 4/2 is equal to 2. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്തൊരു നമുക്ക് ഫിഗർ തന്നിരിക്കുന്നത് സർക്കിള്. അതിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഇത് 145 ഡിഗ്രി. ഇത് ഓൾറെഡി ഗിവൻ കൊടുത്തിരിക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരു ഡയമീറ്റർ വരയ്ക്കുക. അതിന് P എന്ന് പേരിടുന്നു. സർക്കിളിലെ ഒരു ഡയമീറ്റർ, അത് P എന്ന് പേരിട്ടു. ഈ പിയും സിയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. പിയും സിയും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ABCP എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്റർ കിട്ടി. ABCP കിട്ടിയോ? ഇത് സൈക്ലിക്കാണ്. സർക്കിളിന് ചുറ്റിലും ഈ പോയിന്റിൽ വരുന്നുണ്ട്. ദിസ് ഈസ് സൈക്ലിക്. സൈക്ലിക് ആകുമ്പോൾ എൻ്റെ കണ്ടീഷനത് ഈ രണ്ട് ആംഗിളും 180 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ B is equal to 145. ആംഗിൾ P
angle P is equal to 180 minus 145. That is equal to 180 45 145 5 35 degree. സർ ഇത് 135 ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 135. അപ്പോൾ മൈനസ് 135 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ 45 45 90. ഇത് 45, ഇതും 45. അപ്പോൾ അതിൻ്റെ റേഷ്യോ 1:1:1:2 √2. ഇപ്പോൾ ഒരു സൈഡ് അതായത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് ഈ ട്രയാങ്കിളിൽ അത് 1, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതും 1, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, അപ്പോൾ ഇത് √2. ഓക്കെ. ഇപ്പോൾ ഈ സൈഡ് അവർ തന്നിരിക്കുന്നത് 3 ആണ്. ദിസ് ഈസ് 3. അപ്പോൾ 1 × 3 = 3. നമുക്ക് കിട്ടേണ്ടത് 1 ആണ്, അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ഫോൾഡ് കൂടണം. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഡയമീറ്റർ എത്രയാവും? √2 × 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ AP is equal to